ഇന്നലെ രാവിലെ തന്നെ ആള് വന്നിട്ടുണ്ട് ലോഡ് ഇറക്കാനെ കൊണ്ട്. ഞങ്ങളൊന്ന് ഒരു 10 മിനിറ്റ് കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചപ്പോഴാ വന്ന് ഡോറെ വന്ന് കുട്ടി വിളിച്ചേ. ഇല്ലടാ എന്തായാലും ഉറക്കം പോയി. ആ അത് തന്നെ, ഇറക്കി കിട്ടിയ നമുക്ക് അത്രയും ഭാഗ്യം. ഇവിടുത്തെ ഇൻഡസ്ട്രി ഏരിയ ആണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥയൊക്കെ. ഡൽഹി എന്നൊക്കെ പറയേണ്ട ഒരു കാര്യമില്ല. പുറമേ കാണുമ്പോൾ ഭയങ്കര അടിപൊളിയൊക്കെയാ, പക്ഷെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വേസ്റ്റോ അത് തന്നെ, പൊടിയെ വേസ്റ്റ്. ആ ഞങ്ങളെ സത്യം പറഞ്ഞാ വിചാരിച്ചെന്ന് പറഞ്ഞാല് മുമ്പേ മഞ്ഞായിരുന്നെന്നാ വിചാരിച്ച്. സത്യം പറഞ്ഞാ മഞ്ഞല്ല, ദീപാവലിക്ക് പൊട്ടിച്ച പടക്കത്തിന്റെ മൊത്തം ഇങ്ങനെ ഏറി നിൽക്കുക. ആ പുക മൊത്തം ഏറി നിൽക്കുന്നോണ്ടാണ് ഈ കാണുന്നത്. ഇനി മഴ അതിന് മഴ വരാതെ ഇനിയും പോകത്തില്ല എന്നല്ലേ മറ്റേ ചേട്ടൻ പറഞ്ഞേ. ആ അത് തന്നെ. ഏതാണ്ട് നമ്മളിപ്പോ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആ ചേട്ടൻ എന്തൊക്കെയോ പറയുന്നു, എന്തുവാന്ന് പോവാം. കണ്ടോ നമ്മുടെ നാട്ടിലെ വണ്ടിയും ഇവിടുത്തെ വണ്ടിയും തമ്മിലുള്ള വ്യത്യാസം നോക്കി. ഇച്ചിരി കൂടെ ഫ്രണ്ട് വന്നായിരുന്നുണ്ടല്ലോ, കൃത്യമാണ് അത് കയറിപ്പോയത്. ഒട്ടും സ്ഥലമില്ലെന്നേ, ഫുള്ള് ബിൽഡിംഗ് ഇല്ല വന്നേക്കുന്നേ. അതുകൊണ്ട് ഭയങ്കര പാടാ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കഴിഞ്ഞാൽ ഒന്നി ആ ബിൽഡിങ്ങിന്റെ മതിലടിക്കും, അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങിന്റെ മതിലടിക്കും. നീ ബൈക്ക് പോവും അല്ലേ ഫ്രണ്ട് പോവും. അത് തന്നെ, പരാപരമായിട്ട് എടുക്കണം. അത്ര നീളമുള്ള വണ്ടിയല്ലേ, കൊച്ചു വണ്ടി പോലൊന്നും അല്ലല്ലോ. എന്തായാലും അളിയൻ പണി പറ്റിച്ചു. ആദ്യം ഇതങ്ങ് ചെയ്താൽ പോരായിരുന്നു. അത് ഫ്രണ്ട് പോയി റിവേഴ്സ് കയറിയാൽ മതിയായിരുന്നു. അല്ല ആദ്യം ഇവരെ ഈ ഷട്ടർ തുറന്നു കൊടുത്തില്ലായിരുന്നു, ഇപ്പോഴാണ് ഷട്ടർ തുറന്നു കൊടുത്തത്. കൂട്ടുകാരെ, നമ്മളെ ഇതോട്ട് ലോഡ് ഇറക്കുന്ന കമ്പനി വന്നു. ഇതാണ്ട് വണ്ടി ഇട്ടേക്കുന്നുണ്ടല്ലേ. നമ്മളിതിൻ്റെ ബാക്കിൽ കമ്പനിയിലാണ് സൈഡിൽ നിന്നാണ് ഇറക്കുന്നത്. രാവിലെ അവർ പണിക്കാരെല്ലാം വന്നിട്ടുണ്ട്, അവർ ഇറക്കി തരാം, ഇപ്പം തന്നെ ഇറക്കി തരും. അതിന് മേളിൽ നിന്ന് ടയറിൻ്റെ കെട്ടൊക്കെ അഴിക്കുക. ഇത്തിരി പാടാ. ആ കെട്ടിൻ്റെ പേര് ബോംബെ കെട്ടെന്നാ പറയുന്നത്. ഇത്തിരി പാടാ സംഭവം. ടൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അഴിക്കണമെങ്കിൽ ഭയങ്കര പാടാ. എന്താടാ? ആ ആ സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നം. മഴ പെയ്ത വെള്ളം പോത്തുമില്ല. നോക്കി കച്ചറായിട്ട് കിടക്കുക. രാവിലെ 2 ചായ കുടിച്ചു. വേറെ കഴിക്കാൻ ഇവിടെ സ്ഥലമൊന്നുമില്ല. അങ്ങനെ ലോഡ് ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാ. ടയർ കൊണ്ട് വെക്കുക, അതിൻ്റെ മണ്ടയ്ക്കോട്ട് തെറിച്ചിടുക. ണ്ട് ഒരു ബാരൽ വേണ്ട ഇവിടെ വന്ന് കിടപ്പുണ്ട്. അതിനിടയ്ക്ക് ഒരാളിവിടെ കുക്കിങ്ങിനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തുവാടാ വെച്ചേ? അരിയോ? ആ അരിയൊക്കെ കഴുകി സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൂട്ടുകാരെ, ഞങ്ങളങ്ങനെ ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞു. നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയില്ലായിരുന്നു, നല്ല ക്ഷീണം ഉള്ളതുകൊണ്ട് എല്ലാവരും ഉറക്കമായിരുന്നു. അപ്പോൾ വെളിയിലോട്ട് ഇറങ്ങി. ഒരു രക്ഷയില്ല, അന്യ തണുപ്പാണ്. ഇവിടെ ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ആ കല്യാണം ഒന്ന് കാണാം. നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇവിടുത്തെ കല്യാണങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. ഇത് മേളിൽ മെട്രോയാണ് പോകുന്നത്. ഇവിടുന്ന് നേരെ ഇപ്പോൾ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങേണ്ട വഴിയിലൂടെയാണ് ഞങ്ങൾ നടക്കുന്നത്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ അടിച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഔട്ടറിൽ ഇറങ്ങുന്നത്.
ഒരു രക്ഷയില്ല, നല്ല തണുപ്പാണ്. പോയാണ് മൂന്നെണ്ണം ഉണ്ട്. സ്വെറ്റർ എടുത്തിട്ടില്ല നമ്മള്. നമ്മുടെ 3 പേരല്ലേ സ്വെറ്റർ ഇല്ല കേട്ടോ. നമ്മളാ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല ഇവിടെ തണുപ്പുള്ള കാര്യം അത്.